ജീവന് വേണ്ടി വാവിട്ടലറി കല്യാണി മൗനരാഗം. ഇത് അവസാന എപ്പിസോഡുകളിലേക്കും നമ്മുടെ മൗനരാഗം പ്രേക്ഷകരെ നിരാശയിലാക്കുന്ന പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രൊമോയുടെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ കല്യാണി ആ വെട്ടുകേറ്റ പയ്യന് ആ ഒരു കൊട്ടേഷൻ ടീമിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നത് രംഗങ്ങളൊക്കെ കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നത് നമ്മുടെ രൂപയോടൊക്കെ പറയുന്ന രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ രൂപ ഇങ്ങനെ പറയുന്നുണ്ട്, മോളുടെ കൂടെ അവരുടെ കുടുംബം, ആ വെട്ടുകേറ്റ പയ്യൻ്റെ കുടുംബം നിന്നില്ലെങ്കിലോ നീ ഒറ്റപ്പെടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മോളുടെ ജീവന് തന്നെ ആപത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ രൂപ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കല്യാണി വകവയ്ക്കുന്നില്ല. പിന്നീട് നമ്മുടെ രാഹുലും രൂപയും ആ രജിസ്റ്റർ ഓഫീസിലെത്തുന്നതും ശേഷം നമ്മുടെ ആൽവിയുടെയും കിരണിൻ്റെ പെങ്ങളുടെയൊക്കെ കല്യാണം നടക്കുന്ന ആ രംഗം തന്നെയാണ് ആ രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞ ആ രംഗം തന്നെയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ ആൽവിയോട് ഇങ്ങനെ രാഹുൽ ചെന്ന് പറയുന്നുണ്ട്, ഇവളെ പൊന്നുപോലെ നോക്കിക്കോളണം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കിക്കോളാം എന്നിങ്ങനെ ആൽബി രാഹുലിനോട് പറയുന്നുണ്ട്. ശേഷം രാഹുൽ ഇങ്ങനെ ആ ദുഷ്ടചിന്ത വരുന്നുണ്ട്, ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു വ്യഗ്രത കാട്ടുന്ന രാഹുലിനെ നിന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ആൽബിയുടെ ജീവൻ വീണ്ടും എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാകും രാഹുൽ. കൂടെ നമ്മുടെ കല്യാണിയുടെ ജീവനും അപകടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവനും അപകടത്തിൽപ്പെടുത്തി നമ്മുടെ രാഹുൽ ഇനി എത്ര നാൾ ഇനി വാഴും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഇത് മൗനരാഗം ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.